ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്യാസ്, അസിഡിറ്റി, അതേപോലെ തന്നെ വായ്പുണ്ണ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പരിഹാരമായിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മളിന്ന് കാണുന്നത്. ഇപ്പോൾ വയറ്റിന് സുഖക്കുറവ്, അതുപോലെ തന്നെ മരം പുരട്ടൽ, ഏമ്പക്കം, വിശപ്പില്ലായ്മ, വയറ് വീർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളും ഈ ഒരു ഗ്യാസും അസിഡിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ പതിവായിട്ട് മരുന്ന് കഴിച്ചിത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതിലും നല്ലത് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഡെയിലി ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെക്കപ്പ് നടത്തേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പലരും നേരിടുന്നൊരു പ്രശ്നമാണ്, കാണുമ്പോൾ നിസ്സാരമായിട്ടൊക്കെ തോന്നുമെങ്കിലും അസഹനീയമായിട്ടുള്ള വേദന നൽകുന്ന വായ്പുണ്ണ്. വായുടെ ഉൾഭാഗത്ത് അറിയാതെ കടിക്കുന്നത് മൂലവും, അതേപോലെ തന്നെ വിറ്റാമിനുകളുടെ കുറവും, വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും, മാനസിക സമ്മർദ്ദവും, ഉറക്കക്കുറവും ഒക്കെ വായ്പുണ്ണിന് കാരണമാവാറുണ്ട്. നമ്മൾ യാതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച വരെ ഇത് നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് റെമഡി തയ്യാറാക്കാനായിട്ട് വേണ്ടത് 2 പഴുത്ത പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ പ്ലാവില. അപ്പോൾ പ്ലാവില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യം തന്നെ. പിന്നീട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാവില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 കറിവേപ്പില കൂടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്. ജീരകം ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിലെ സത്തൊക്കെ നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മാറുന്ന ജീവിതശൈലികൾ മൂലം നമ്മളെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കാറുണ്ട്. അമിതവണ്ണവും കുടവയറും ഒക്കെ പരിഹരിക്കാനായിട്ടൊക്കെ നമ്മുടെ ഈ പ്ലാവില ഉപകരിക്കും. പച്ച പ്ലാവില കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതിനായിട്ട് തളിരിലകൾ വേണം ഉപയോഗിക്കാനായിട്ട്. പ്രമേഹമൊക്കെ നിയന്ത്രിക്കാനായിട്ടും പ്ലാവില ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഉദര രോഗങ്ങൾക്കുള്ള ഉത്തമ പ്രതിവിധിയാണ് പ്ലാവില. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ദഹനമൊക്കെ മികച്ചതാകാനായിട്ട് സഹായിക്കും. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ പ്ലാവില തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ ഇലക്കറികൾ കഴിക്കുന്നതിന് പകരമായിട്ട് അങ്ങനെ കഴിക്കാം. രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കും. ശരീരത്തിലെ ടോക്സിനുകളൊക്കെ പുറന്തള്ളാനായിട്ടും ഇത് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്ത് വയ്ക്കുക തണുക്കാനായിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിവിടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത്, ആഹാരത്തിന് മുമ്പാണ് കഴിക്കുന്നതെങ്കിൽ അരമണിക്കൂർ മുമ്പ് കഴിക്കുക. ആഹാരത്തിന് ശേഷമാണെങ്കിൽ 1 മണിക്കൂറിന് കഴിഞ്ഞിട്ട് കഴിക്കുക. യാതൊരു പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് വ്യത്യാസങ്ങളോ ഒന്നുമില്ല. നമുക്ക് കുടിക്കാവുന്ന, കുടിവെള്ളമായിട്ടൊക്കെ കുടിക്കുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് കുടിക്കാവുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വായ്പുണ്ണ് കാര്യങ്ങൾ വരുന്നവർക്കാണെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് സുഖപ്പെടാനായിട്ടും നല്ലതാണ്. ഗ്യാസും അസിഡിറ്റിയും എല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.